കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവിൽ ഒരു കാര്യം കണ്ടു. ജാസ്മിൻ ഗബ്രി പോയതിനു ശേഷം കുറച്ച് കരഞ്ഞ് ആ ഫോട്ടോ ഒക്കെ പിടിച്ച് വെറുതെ പോയി കിടക്കുന്നുണ്ട്. ആ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന കുറച്ച് കണ്ടന്റുകളുണ്ട്. ഒരാൾ പോയി കഴിഞ്ഞാൽ സാധാരണ ഹൗസിനുള്ളിൽ എല്ലാവരും ഒന്ന് വിഷമിക്കുന്നതായിട്ട് കാണിക്കും. പക്ഷേ ജാസ്മിനും ഗബ്രിക്കും വേണ്ടി ഒരു എവിക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തി കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ജാസ്മിൻ പെർഫോം ചെയ്യാനുള്ള വലിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ കണ്ടന്റ് കിട്ടിയേ പറ്റുള്ളൂ ബിഗ് ബോസിന്. അവിടെ ജാസ്മിനോട് സ്നേഹിച്ച് നിന്നാലൊന്നും പറ്റില്ല. അപ്പോൾ ജാസ്മിൻ വിഷമം വിചാരിച്ച് നമ്മുടെ ഗബ്രിയെ ആലോചിച്ച് ബെഡിൽ പോയി കിടക്കണം. പിന്നീട് ജാസ്മിൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ബിഗ് ബോസിനകത്ത് അങ്ങ് സഹിക്കില്ല. കാരണം അവിടെ കിട്ടേണ്ടത് നല്ല കണ്ടന്റുകളാണ്. ഗബ്രി പോയതിന് ചിലപ്പോൾ ജാസ്മിൻ്റെതായാലും കുറേ ഓവർ ആക്ടിങ്ങും കരച്ചിലും ബഹളമൊക്കെ വേണം. ഇതില്ലാണ്ട് ജാസ്മിൻ നൈസായിട്ട് അങ്ങ് ഈ ദിവസം കഴിച്ചു കൂട്ടാൻ വേണ്ടി പോയി കിടന്ന് ഉറങ്ങിയതാണോ എന്നറിയില്ല. ഉറങ്ങിപ്പോയ സമയത്ത് പട്ടിക്കൊരും കാര്യങ്ങൾ വന്നപ്പോൾ ജാസ്മിൻ പെട്ടെന്ന് പേടിച്ച് എണീക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് എണീറ്റ് വീണ്ടും പോയിട്ട് പിന്നെ ജാസ്മിൻ്റെ വീണ്ടും അഭിനയം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിന് ആവശ്യം ഇതാണ്. ജാസ്മിൻ്റെ ഒരു 2 ദിവസമെങ്കിലും ഗബ്രി പോയതിൻ്റെ ഒരു വെപ്രാളം കാണിച്ചേ പറ്റുള്ളൂ ജാസ്മിൻ. ഇല്ലെങ്കിൽ പിന്നെ ജാസ്മിൻ ഈ ഫേക്ക് ആയിട്ട് അവിടെ ഒരു വലിയ ഗെയിം കൊടുത്ത് ബിഗ് ബോസ് ഇത്രയും സപ്പോർട്ട് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ അത് ജാസ്മിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ജാസ്മിനും ജിൻഡോയുമായിട്ടുള്ള അടിയൊക്കെ കാണാൻ സാധിക്കും. ജാസ്മിൻ്റെ എത്രത്തോളം വിഷമമുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും വരുന്നത് നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.